ഹായ് ഗായ്സ്, ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ യുവർ മീൻകുട്ടി. അപ്പോൾ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ടൽ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നത് കേട്ടോ. രാവിലെ തന്നെ ഞാൻ മടി പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. ഭയങ്കര മടിയാണ് ഗൈസ്. സമയം എനിക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല, കാരണം ഇത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 3-4 ദിവസമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ പറയാതിരിക്കും, അറിയില്ല. പിന്നെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അവിടെ കട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ പുതപ്പ് മടക്കി വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പുതപ്പ് മടക്കി വെക്കുന്നത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ബെഡ് തന്നെ നമ്മൾ സെറ്റാക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫസ്റ്റ് തന്നെ കുറച്ച് ക്ലീൻ ആവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ കാത്തേക്കണേ, ഇത് പൊട്ടത്തരവും ചെയ്യല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സംഭവം പേരെനിക്കറിയില്ല. നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ വീഡിയോ കണ്ട് ഞാൻ ചെയ്യുന്ന കേട്ടോ. പക്ഷേ എൻ്റെ പേരെനിക്കറിയില്ല. നിങ്ങൾക്ക് എൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ നീണ്ട ഉറക്കത്തിൽ നിന്ന് വരുമ്പോൾ കണ്ണിനൊരു സുഖം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഞാൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് കേസ്. ഇതിനെന്താ പറയും, അനലോ പിന്നലോ അങ്ങനെ എന്തോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ പർപ്പിൾ ഹോൾ മേഘ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നൊരു ഡ്രിങ്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇപ്പം തന്നെ പറയുന്നതാണ്. പക്ഷേ കുടിക്കാൻ വേണ്ടി അണ്ണാക്ക് പൊള്ളിപ്പോയി. പിന്നെ ഞാനത് ചൂടാറട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ മോന്തയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്, എൻ്റെ പ്രകസനം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റു, മെഡിറ്റേഷൻ ചെയ്തു, പിന്നെന്താ ചെയ്തു, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ ഈ ഒരു ഇതിലിട്ട് സ്റ്റാർട്ട് ആക്കിയതാണ്. പണ്ട് മുതലും ചെയ്യുന്നില്ല, കുറച്ച് നാളായിട്ട് ചെയ്യുന്നതാണ്. ഒരു ഡ്രിങ്കാണ്. കുറച്ചും നമ്മൾ ആദ്യം വെള്ളം ഒരു പാത്രത്തിൽ വെക്കുക അടുപ്പത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഗ്രാമ്പൂ ഇടുക, പിന്നെ ഇങ്ങനെ പട്ടയില്ല അത് കുറച്ച് ചെറിയ പീസ് ഇടുക, പിന്നെ ഉലുവ വേണമെങ്കിൽ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നാരങ്ങ നീര് അതും വളരെ നല്ലതാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ അത് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ആക്കും കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ടോ, ഭയങ്കര ആവരുത്, ലേശം കുറച്ച്. പിന്നെ കുറച്ച് ആപ്പിൾ സൈഡർ വിനാഗിരിയും ഇച്ചിരി തേനും കൂടെ സെറ്റാക്കി. എൻ്റെ ഒരു നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഓണം പോലെ അപ്പോൾ സെറ്റാക്കി. ഹെയർ ബാൻഡ് കിട്ടുന്നുണ്ട്. ഞാൻ പല്ല് തേച്ചു കഴിഞ്ഞു കേട്ടോ. അത് ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പല്ല് തേച്ച് കഴിഞ്ഞു. ഇന്ന് എന്താ വെള്ളിയാഴ്ച ഗൈസ്, ഞാൻ വീണ്ടും തിരുമ്പി വந்தாച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ പൂരിയാണ് ഗൈസ് കാണിക്കുന്നത്. ഇത് നമ്മുടെ എലൈറ്റിൻ്റെ പൂരിയാണ്. പിന്നെ ചായയും വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കിയുടെ ഒരു കുഞ്ഞാവേ ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. വേറൊരു കുഞ്ഞാവ നല്ല ഉറക്കാണ് ഗൈസ്. പിന്നെ ഒരാളെ നമ്മൾ കൊടുത്തു കേട്ടോ, നമ്മുടെ ഒരു ബന്ധുവിനെ തന്നെ കൊടുത്തു. അപ്പോൾ എനിക്കിത് കണ്ട് ചിരിന്ന് ഇങ്ങനെ നോക്കുന്നതാണ്. പിന്നെ നമ്മുടെ റൂമിൽ ബെഡ് ഫുള്ള് നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ തുണിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കാരണം എൻ്റെ അമ്മ തയ്ക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് തുണിയൊക്കെ കിട്ടും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റിക്ക് ചവിട്ടിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ആൻറ്റിക്ക് ഞങ്ങളിങ്ങനെ തുണിയൊക്കെ കൊടുക്കും. വലിയ പീസൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ബ്ലൗസ് കേട്ടോ. അത് നമുക്ക് തയ്ക്കാനുള്ളതാണ്. അതൊക്കെ കൂടെ എടുത്ത് വെച്ചേക്കട്. അപ്പോൾ വലിയ പീസൊക്കെ അമ്മ എടുക്കും, കാരണം നമുക്കെന്നും തയ്ക്കാൻ ആവശ്യം വരും. നല്ല നീളമുള്ള പീസൊക്കെ ആൻറ്റിക്ക് കൊടുക്കും. ചവിട്ടി ഇതാക്കാൻ നീളമുള്ള പീസുള്ള വേണ്ടേ. അപ്പോൾ ഈ തുണിയൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ അതിൽ നിന്ന്. എനിക്ക് കുറേ പാവകളുണ്ടെന്ന് അറിയാതിരിക്കുമല്ലോ ചിലവർക്കെങ്കിലും. എൻ്റെ വീഡിയോസ് പണ്ട് മുതൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. എനിക്ക് കുറേ പാവകളുണ്ട്. അതുങ്ങൾക്കൊക്കെ ഉടുപ്പ് തയ്ക്കാനാണ്. പാവകളുണ്ട്, അല്ലാതെ ബാർബികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയാണ് ഞാനിത് വച്ചേക്കുന്നത്. ഈ തുണി ഇത്രേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. 2-3 തുണിയൊക്കെ ഞാൻ തയ്ച്ചു. ഒരു ലെഹങ്ക സെറ്റൊക്കെ.
ഇത് അമ്മ തയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ. ഇത് നല്ല ഭംഗിയാട്ടോ, എൻ്റെ തുണിയൊക്കെ കാണാൻ നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ളതാണ്. കണ്ടോ നെറ്റിൻ്റെ സംഭവം എന്തോ തയ്ക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ആ ഒരു ബാഗിലെടുത്ത് വെച്ചാൽ പിന്നെ ഇവിടെ ഫുൾ അലങ്കോലമാക്കി വെച്ചേക്കാണ് ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ ടാബ്. ഇങ്ങനെ ഇതിനു മുമ്പ് ഏതോ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ടാബ്. അപ്പോൾ ചിലർക്ക് അറിയില്ലായിരിക്കും. അത് നിങ്ങൾ കണ്ട ഗൈസ്. അതെൻ്റെ ഒരു ചേട്ടനായിട്ട് വരും. അപ്പോൾ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ആൻറ്റിയുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ ടാബ്. അത് നമ്മൾ മുമ്പ് അധികം യൂസിങ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ കൈ തന്നെ എക്സ്പ്രഷൻ കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ വാൾപേപ്പർ അതല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ഫോട്ടോ ആയിരുന്നു. ഇത് ഞാൻ റീസെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാം പോയി. പിന്നെ ഇതിലിപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കയറ്റിയുള്ള ഗെയിംസാണ് ഹിപ്പ് ഹോപ്പ് ഡാൻസ്, പിന്നെ ഇൻഷോട്ട്, മൈ ഏഞ്ചല 2, മൈ പിയാനോ, അതൊക്കെ. ഇൻഷോട്ട് ഞാൻ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഞാൻ അമ്മയുടെ ഫോണിലാണ് ഞാൻ എഡിറ്റ് ചെയ്യണ വീഡിയോ, എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. അപ്പം അമ്മ പോയി ഇങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫോണില്ല ഇങ്ങനെ, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇൻഷോട്ട് കയറ്റി. അപ്പം നമുക്ക് അമ്മ ജോലിക്ക് വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സെറ്റാക്കാമല്ലോ. ടൈം കാണിക്കുന്നുണ്ട് 11:47. പിന്നെ ഇത് ഗൈസ് ഇതെൻ്റെ ID കാർഡാണ്. അപ്പോൾ ഇതിൽ ഞാൻ പേര് സ്കൂളൊന്നും കാണിക്കുന്നുണ്ട്, ജസ്റ്റ് എൻ്റെ ഫോട്ടോ മാത്രം ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ ഒരു കൊക്കക്കോളയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബാക്കി കുടിച്ച. പിന്നെ ഇവിടെ ഫുൾ മഴയാണ് ഗൈസ്. ഇവിടെ ഇതിനേക്കാളും വെള്ളമായിരുന്നു, ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞ കേട്ടാ. ദൈവമേ ആരോ എന്നെ കുറ്റം പറയുന്നു ഗൈസ്, ഞാൻ തുമ്മിച്ചാ പറയും. പിന്നെ നമ്മുടെ സൂസിയാണെങ്കിൽ ഇവിടെ കുറച്ച് അത്യാവശ്യം അത്ര നനഞ്ഞില്ലെന്ന് തോന്നുന്നു. അവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ചെളി വെള്ളമാണ് ഗൈസ്. ഇത് ബാക്കിലത്തെ വെള്ളം കേട്ടോ. ബാക്കിൽ നല്ലതായിട്ട് വെള്ളം കയറി. കാരണം ബാക്കിലായിട്ട് തന്നെ ഒരു തോടല്ല, ഒരു പറമ്പുണ്ട്. ആ പറമ്പിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ പൂരി, നമ്മുടെ എലൈറ്റിൻ്റെ പൂരിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്. അപ്പോൾ അമ്മക്കുള്ളതൊക്കെ എടുക്കുകയാണ്, പിന്നെ എനിക്കുള്ളതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ ചോറ് സെറ്റാവേണ്ട ഇവിടെ പിന്നെ അമ്മ ജോലിക്ക് പോയിട്ടോ. പിന്നെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം എപ്പോഴാണ് വൈകുന്നേരം ഇപ്പോൾ വന്നപ്പോൾ അമ്മ ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷവർമ്മ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ബ്ലംബ്ലംബ്ലായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്